പാലക്കാട് ജില്ലാ ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരളയുടെ കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച കാലത്ത് 10 മണിക്ക് നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ പി കൃഷ്ണദാസ് നിർവഹിക്കും. വാണിയംകുളം പി.കെ. ദാസ് മെഡിക്കൽ കോളേജിലാണ് സംഗമ പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് പാലക്കാട് ജില്ലാ രക്ഷാധികാരി കെ ജയപ്രകാശ് മാസ്റ്റർ പറഞ്ഞു. പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ.എം. അനിൽകുമാർ, പാലക്കാട് ജില്ലാ സെക്രട്ടറി അബ്ദുൾ റഫീഖ് എന്നിവർ പത്രസമ്മേളനത്തിൽ സന്നിഹിതരായിരുന്നു. ലിഫോക് എന്ന സംഘടന, അതായത് ലിവർ ഫെഡറേഷൻ ഓഫ് കേരള എന്ന സംഘടന 2014 രൂപം കൊള്ളുന്നത്. ഈ സംഘടന രൂപീകരിക്കുന്ന കോട്ടയം ആസ്ഥാനമായിട്ടായിരുന്നു. ഞങ്ങളുടെ ഫൗണ്ടർ ഫാദറാണ് KS ബാബു എന്ന് പറയുന്ന ആൾ. ഇടക്കാലത്ത് ഈ പ്രവർത്തനം മന്ദീഭവിക്കാൻ കാരണമായി. ഒന്നാമതായിട്ട് ഇദ്ദേഹത്തിൻ്റെ നിര്യാണം, അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു. അതിനുശേഷം പ്രൊഫസർ ചന്ദ്രശേഖര പിള്ള എന്ന പരുമല NSS കോളേജിലെ പ്രിൻസിപ്പാളായിരുന്നു ഞങ്ങളുടെ പ്രസിഡന്റ്, ചെയർമാൻ. അദ്ദേഹവും അധികം താമസിച്ച 2019 കൂടി അദ്ദേഹവും ഇഹലോകവാസം വെടിഞ്ഞു. അതിനുശേഷം എറണാകുളം കേന്ദ്രമാക്കി നാരായണൻ നായർ എന്ന വ്യവസായിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ സംഘടന പുനരുജ്ജീവിപ്പിച്ചു. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കൊറോണയാണ് ഞങ്ങളെ ബാധിച്ചത്. കാരണം ഞങ്ങൾ ഇൻഫെക്ഷൻ സാധ്യതയുള്ള ആൾക്കാരാണ്. 24 മണിക്കൂറും ഞങ്ങൾ ഇൻഫെക്ഷനെതിരെ പോരാടുന്ന ആൾക്കാരാണ്, ഇൻഫെക്ഷൻ സാധ്യതയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ കൊറോണ ഞങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. അതിനുശേഷം 2022 ഞങ്ങൾ പുതുതായി രജിസ്ട്രേഷൻ നടത്തി. ട്രാവൻകൂർ കൊച്ചിൻ ചാരിറ്റി ആക്ട് അനുസരിച്ച് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ അധികം താമസിയാതെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചാരിറ്റി ആക്ട് അനുസരിച്ച് 1882 ചാരിറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പുതിയ സംഘടനയായി ഇപ്പോൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. ഞങ്ങൾ 2-3 ജില്ലകൾ ചേർന്നാണ് ജില്ലാ കമ്മിറ്റികളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എല്ലാ ജില്ലയിലും ഞങ്ങൾക്ക് ജില്ലാ കമ്മിറ്റികളുണ്ട്. സുഗമമായുള്ള പ്രവർത്തനം ഞങ്ങളിവിടെ സാമൂഹ്യ പ്രവർത്തനം, അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നു. അവയവം മാറ്റിവെച്ചവരുടെ കലാകായിക മത്സരം പോലും ഞങ്ങൾ നടത്തുകയുണ്ടായി. അത് ജനശ്രദ്ധ പിടിച്ചു പറ്റിയതാണ്. എറണാകുളത്തെ കലൂർ സ്റ്റേഡിയത്തിൽ ഇവിടുത്തെ ഭരണകർത്താക്കളുടെയും അതുപോലെ തന്നെ സാമൂഹ്യ സംഘടനകളുടെയൊക്കെ സഹായത്തോടെ, പത്രക്കാരുടെയൊക്കെ സഹായത്തോടെ ഞങ്ങൾ വിപുലമായ രീതിയിൽ കലാകായികമേള സംഘടിപ്പിച്ചു തന്നെ ജനശ്രദ്ധ പിടിച്ചു പറ്റി ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ 2 മാസങ്ങളായിട്ട് കുടുംബയോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജില്ലയിലെ എല്ലാ ജില്ലകളിലും. പാലക്കാട് ജില്ലയിലെ കുടുംബയോഗം ഈ വരുന്ന 11-ാം തീയതി ഞായറാഴ്ച പി.കെ. ദാസ് മെമ്മോറിയൽ, പി.കെ. ദാസ് മെഡിക്കൽ കോളേജിൽ വെച്ച് നടക്കുകയാണ്. ഈ സമ്മേളനം, ഈ കുടുംബയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് അഡ്വക്കേറ്റ് ഡോക്ടർ പി കൃഷ്ണദാസ്, ഓണററി ട്രേഡ് കമ്മീഷണർ ഓഫ് മൊറീഷ്യസ് ടു ഇന്ത്യ, അതുപോലെ തന്നെ നെഹ്റു ഗ്രൂപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചെയർമാനുമായി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു.